അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിലേക്ക് അതാ ആ രാജകുമാരി കടന്നു വരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെ പൊന്നുമോൾ ഫാത്തിമ. ഐഷുമ്മക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി. അങ്ങനെ അതാ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഐഷുമ്മ അതാ അകത്തേക്ക് കയറുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആ ഇമ്മമ്മാൻ്റെ കുട്ടിൻ്റെ പേരെത്തിക്കണ്. അല്ലല്ലാ പഠിച്ചോനേ. ഓ എന്താണ് ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ കുട്ടീൻ്റെ പേരാ. നല്ല മോളാണ്. അല്ലോ. എന്നാൽ സമീറ നുസേബിയോട് പറഞ്ഞു, നുസി ഡ്രസ്സ് കഴിച്ചിട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ടോളൂ. സ്നേഹത്തോടെ തന്നെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുന്ന സമീറ ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ 75 ദിവസമായി കുഞ്ഞിനെ, എന്നിട്ട് പോലും എന്നെ എന്തൊരു കരുതലാണ് ഇവർക്കുള്ളത് അല്ലാ. എന്നാൽ അപ്പോൾ തന്നെ സമീറ അടുക്കളയിലേക്ക് പോയി അവർക്കുള്ള ചായയും കടിയും എല്ലാം ഉണ്ടാക്കി അതാ കൊണ്ടുവരുന്നു. നുസി ഇതാ ഇത് കഴിച്ചോളി. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ഉലുവ അടുപ്പത്തിട്ടിരുന്നു ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ. അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് ഇനി കുഞ്ഞിന് പാല് കൊടുത്തോളി. അല്ല ഇതൊന്നും ഇനി വേണ്ട, അതൊക്കെ 40 ആവോളൊക്കെ കുടിച്ചതല്ലേ, ഇനി ഒന്നും വേണ്ട. അല്ല അതിനെന്താ, അത് നല്ലതല്ലേ, കുടിച്ചു മോളെ. അങ്ങനെ അതാ സ്നേഹത്തോടെ അവൾക്ക് അത് സമീർ അത് നൽകുന്നു. എന്നാൽ ഐഷുമ്മ, മോളെ സമീറ. ആ ഉമ്മ, ഇതുമ്മ ചായ. അല്ലാ മോളെ ഇപ്പൊന്നും വാണ്ടില്ലായിരുന്നു. ഷാമോൻകാക്കും നവാസിനും എല്ലാം അത് കൊടുത്തു. എന്നാൽ ഷാമോന് തൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ചു. എന്നാൽ ഈ സമയം ഫൈസൽ അതാ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. കാരണം ഉമ്മ പറഞ്ഞിരുന്നു ഷമ്മാസിൻ്റെ കുട്ടിയെ കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളത്. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. വല്ലാത്തൊരു മൂത്താപ്പാക്ക് കുട്ടിനെ കാണാൻ പൂതിയേക്കണേ. ഒരു നിമിഷം ഷമ്മാസ് ഒന്ന് ഞെട്ടി. ഉമ്മ ആരാണ്? മോനെ അത് ഫൈസലേ. അതെ ഫൈസൽ, അവനൊരു മൂത്താപ്പയാണ്. ഒരിക്കൽ പോലും അവൻ ഈ കുഞ്ഞിൻ്റെ മൂത്താപ്പ ആവേണ്ടവനായിരുന്നില്ല, അത് ശരിക്കും ഉപ്പയാവേണ്ടവനായിരുന്നു. എന്ത് ചെയ്യാൻ? എന്നാൽ കുറ്റബോധം കൊണ്ട് അവനത് വിളിക്കുന്നു. ഉമ്മ ഇതാ കുട്ടിൻ്റെ മൂത്താപ്പ വിളിക്കണ്ടല്ലോ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉമ്മ അതാ ഫോൺ അവിടെ വെച്ച്, മോനെ ഇതാ എൻ്റെ കുട്ടി, ഇതാ മൂത്താപ്പാൻ്റെ കുട്ടി, ഇതാ നോക്കി. ഉമ്മ മാഷാ അല്ലാ. ഓ എന്ത് കരയുന്നുണ്ടോ മോനെ? ഇപ്പം വന്നിട്ട് കയറിയിട്ടല്ലോ, അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഉമ്മ എന്തായാലും വരിട്ടോ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ. ആ മോനെ വരാം, ഏതായാലും ഓള് പറ്റിച്ച് വന്നില്ല, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. അല്ലുമ്മ അപ്പോൾ സൗദിയുടെ പ്രസവം അത് അപ്പോഴല്ലേ ആവുള്ളൂ. പൊന്നു മോനെ അതൊക്കെ ഞാൻ പിന്നെ പറയണ്ട്. ഏതായാലും നുസി പറ്റിച്ച് വന്നിക്കണ്, അതുകൊണ്ട് സമാധാനമായി. ഉമ്മ പറ്റുന്നുണ്ടെങ്കിൽ വേഗം വരാൻ നോക്കിട്ടോ. ആ ആയിക്കോട്ടെ. ഓ കുഞ്ഞാവയൊക്കെ കാണാൻ ഒരുപാട് കൊതിയായി. അല്ലാ എൻ്റെ കുട്ടി. മോനെ ഇൻഷാ അല്ലാ എന്തായാലും വരാം. ഇനിയിപ്പോൾ പോന്നാലിപ്പോൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ എന്താ വലിയ കുലുക്കൊന്നും ഉണ്ടാവില്ലല്ലോ, കസാലയിൽ ഇരിക്കണം അതേപോലെയാണ്, ഒരു കുലുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്താ കുട്ടീനായിട്ട് പോരുന്നതിന്? അതുമല്ല ഇനിയിപ്പോൾ 75ആയി, മറ്റ് 40 ആണിന് മുമ്പ് തന്നെ ഓരോരുത്തരും പോരുന്ന്. ആ ഒന്നും കുഴപ്പമില്ല എൻ്റെ പൊന്നാര കുട്ടിയെ, അതൊക്കെ ഞങ്ങൾ വരണ്ട ഇൻഷാ അല്ലാ. ഉമ്മ എന്നാൽ ശരി. എന്നാൽ ഈ സമയം അതാ ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. അതെ മുംതാസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. മുംതാസ് അത് ഉമ്മയും എല്ലാവരും വരും. അതെ അത് ഷമ്മാസിൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ. എത്രയായിപ്പോൾ അവൾക്ക്? 75 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയതാണ്. മാഷാ അല്ലാ. ഏതായാലും കുഞ്ഞിനെ കാണാമല്ലേ നമുക്ക്. ആ ഉമ്മാക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ, നിന്നെ എപ്പോഴും ചോദിക്കും. ഞാൻ പറയും അവൾ ഇവിടെ എടുത്തില്ല എന്നൊക്കെ പറയും. ആ ഇനിയിപ്പോൾ ഏതായാലും ഇനി അധികം വൈകിക്കണ്ട, എന്തായാലും അവർ ഗൾഫിലേക്ക് പോരട്ടെ, എന്നിട്ട് നിക്കാഹ് ഇവിടെ വെച്ചങ്ങ് അല്ലേ, അതെല്ലാം നല്ലത്. എങ്ങനെയായാലും വേണ്ടിയില്ല, പുത്തൻ വീട് തറവാട്ടിലെ ഉമ്മയുടെ മരുമകളായാൽ മാത്രം മതി എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങളെൻ്റെ ഭർത്താവായിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ഉമ്മയാണ്. ഉമ്മാൻ്റെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഉമ്മ എത്ര നല്ലൊരു ഉമ്മയല്ലേ, അങ്ങനത്തെ ഒരു ഉമ്മയെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം. അത് എവിടുന്ന് കിട്ടും അത്ര സ്നേഹമുള്ള ഉമ്മയെ?
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ തന്നെ ഫൈസൽ ആമീൻ പറഞ്ഞു. പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷം. എന്നാൽ സമീറ രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നാൽ നുസൈബ അടുക്കളയിലേക്ക് എത്തി. അല്ല ഇതെന്താ, ഇത് കുറച്ച് ചപ്പാത്തി പരത്തി വെക്കണേ, അതിപ്പോൾ തന്നെ. ആ അത് മോളെ മഗ്‌രിബിൻ്റെ മുമ്പേ ഇക്ക വരും കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെ അല്ലാ അത് ആ അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ചിക്കൻ ചുക്കയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും അതെല്ലാം കൂടി സെറ്റാക്കി. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയും പരത്ത് ചുട്ട് വെച്ച് കാസ്ട്രോൾ ഇട്ട് വെച്ചാലേ ചൂടൊന്നും ആറൂലേ. എന്നാൽ പിന്നെ ടൈം ആകുമ്പോൾ എടുത്ത് നിന്നാലോ. പെട്ടെന്ന് നുസൈബ പറഞ്ഞു. അല്ല ഷെമിത്ത, അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, 75 ആയില്ലേ, അതിനിപ്പോൾ എന്താ. അല്ല ഇങ്ങനെ ഇത്ര നിങ്ങൾ റിസ്ക് എടുക്കരുത് കേട്ടോ. നിങ്ങളിവിടെ നിൽക്കണേ നിന്നോളി, കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഉസ്താദും മക്കളും ഇവിടെ നിൽക്കണേ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പോവാന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു മോളാവൊന്നും സാരല്ല. അങ്ങനെ അതെ ഫുഡും കാര്യങ്ങളും എല്ലാം സമീറ സെറ്റാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് വന്ന് ബെല്ലടിക്കുന്നു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന സമീറ ഒരു നിമിഷം അല്ലാ ഇക്ക് വന്നോവോ. അവൾ വേഗം അതാ പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് പോയി നോക്കി. നവാസും ഷമ്മാസുമെല്ലാം പുറത്തു പോയിരിക്കുന്നു. ഷമ്മാസും തന്നെ കുഞ്ഞിനെ കണ്ടപ്പോൾ വാരിയെടുത്തു. അതിനൊരുപാട് ചുംബിച്ചു. പിന്നീട് അവരെല്ലാം പുറത്തു പോയ സമയത്താണ് ഉസ്താദ് വന്നിട്ടുള്ളത്. ഇക്ക അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കയറിയിരിക്കി. എന്താ എവിടെ കുട്ടി? അല്ല പോണ്ടേ, കഴിഞ്ഞില്ല പെണ്ണേ. ആ ഇക്ക കഴിഞ്ഞു. എവിടെ മോളെവിടെ? സമീറ പെട്ടെന്ന് കൈ കഴുകി തുടച്ച് അതാ പാല് കൊടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു നുസൈബ. നുസി 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 ആ ഇതാ കുഞ്ഞ് പാല് കുടിക്കുകയാണോ? ആ കഴിഞ്ഞു. ഇതാ. ആരെ വെല്ലടിച്ചത്? അത് ഉസ്താദാണ്. ആണോ? മാഷാ അല്ലാ. എന്നാ തരി കുഞ്ഞിനെ. നുസൈബയുടെ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക്. ഇക്ക ഇതാ. ഉസ്താദ് ആ കുഞ്ഞിനെ എടുത്തു. അത് ഉസ്താദ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു, മോളെ ഫാത്തിമ. ഒരു നിമിഷം അത് കണ്ടപ്പോൾ അത് സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, അവൾക്ക് വല്ലാത്തൊരാഗ്രഹം. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഒരു കുഞ്ഞിനെ നൽകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ. പക്ഷേ അവളുടെ മനസ്സിലുള്ള ആ ഒരു വേദനയേറിയ ചിന്തകൾ, റബ്ബേ എനിക്ക് മക്കളുണ്ടാവില്ലല്ലോ അല്ലാ. പെട്ടെന്ന് ഉസ്താദ് ഷമി എന്നാ എന്നെ കൊണ്ടുപോയി കൊടുക്ക് കേട്ടോ, കുട്ടി പാല് കുടിച്ചോട്ടെ. എന്നാൽ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞതാണ് ഉസ്താദ് കണ്ടത്. ഉസ്താദ് ഒരു നിമിഷം സമീറയെ നോക്കി. എന്തു പറ്റി? എന്താ കരഞ്ഞത്? ഏയ് ഒന്നുമില്ലേക്ക. ഷമി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് ലഭിക്കൂട്ടോ. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് ഓർത്തൊരിക്കലും സങ്കടപ്പെടേണ്ട. പടച്ച റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വിധിയെ വരെ അത് മാറ്റിമറിക്കുമെന്നാണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ പെണ്ണെന്തിനാ കരഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാരല്ല. ഉസ്താദ് അവളുടെ നെറുകിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ചെല്ല് കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്ക്. പെട്ടെന്നതാ ഐഷുവും മക്കളും അങ്ങോട്ട് വരുന്നു. ഐഷു പറഞ്ഞു, ആ ഞാൻ കണ്ടു. എന്ത്? ഉപ്പച്ചി ഉമ്മച്ചിയെ നെറ്റിയിൽ ചുംബിച്ചില്ലേ? പാവല്ലേ നമ്മൾ ഉമ്മച്ചി. അതേല്ലോ ഉപ്പച്ചി, പാവമാണല്ലോ ഉമ്മച്ചി. ഉപ്പച്ചി ചുംബിച്ചോലിട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഉമ്മച്ചി കരഞ്ഞപ്പോഴേ സങ്കടപ്പെട്ടപ്പോഴേ അപ്പോഴേക്കും ഐഷുവിനെ ഉസ്താദ് കോരിയെടുത്തു. എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഉമ്മച്ചി പാവല്ലടി. ഉമ്മച്ചി പാവാണല്ലേ ഉപ്പച്ചി. അതെ, ഇന്ന് ഞാനിവിടെ നിൽക്കട്ടെ കുഞ്ഞാവൻ്റെ അടുത്ത്? എൻ്റെ പൊന്നുമോളെ, ഇതുവരെ കുഞ്ഞാവൻ്റെ അടുത്ത് നിന്നില്ലേ, ഇനി നമുക്ക് പോകാം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഐഷുവിന് ഉസ്താദിനെ കിട്ടുന്നില്ല എന്ന് തന്നെ അർത്ഥം. അതെ, എപ്പോഴും ഐഷുവിനിപ്പോൾ കളിയാണ്. ഐഷുവിന് കൂട്ടുകാരെ കൂടി നവാസിൻ്റെ മക്കളെ കൂടി കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അന്ന് ഉസ്താദ് സമീറയെ കൊണ്ടുവരാൻ വന്നപ്പോൾ ഐഷുമ്മ, മോനെ ഇരിക്കിട്ടോ പഠിച്ചവനെ, എൻ്റെ മോൾ ഏതായാലും ഉണ്ടായത് എനിക്കൊരു ഉപകാരമായി. ഏതായാലും ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ? എന്നാൽ ഈ സമയം അതാ സമീറ, ഉമ്മ ഞങ്ങൾ പോട്ടെ എന്നാൽ. അല്ല മോൾ പോവുകയാണോ? ഉസ്താദിന് ചായൊന്നും. എനിക്കിപ്പോൾ ചായൊന്നും വേണ്ടായിട്ടുണ്ട്. വേണമെന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എപ്പോഴും കുടിക്കുന്നതല്ലേ. ആ ഇതിപ്പോൾ സമീറാൻ്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ
ഉസ്താദ് തിന്നണോണ്ട് ഒന്നിനും പൂതിയില്ലാതായില്ലേ? അതെ ഉമ്മ, എല്ലാം ഉണ്ടാക്കിത്തരും. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കിത്തരും. അത്രയ്ക്കും സ്നേഹത്തോടെയാണ് ഉമ്മ. സത്യമായിട്ടും എനിക്ക് അള്ളാഹു നൽകിയൊരു ഭാഗ്യമാണ്. മോനെ, അത് തന്നെയാണ് വേണ്ടത്, സന്തോഷകരമായ ജീവിതം. എന്നാൽ ഈ സമയം ഷമ്മാസ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. അല്ലാ, ഉസ്താദ് എത്തിയോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുല്ലാ. അല്ല ഉസ്താദ്, ഇന്ന് ഇനി ഇവിടെ കഴിയാം. എന്തിവിടെ റൂമുണ്ടല്ലോ, ഇന്ന് ഇനി പോവണ്ട. അല്ല ഷമ്മുനെ, പോട്ടെ പോട്ടെ കേട്ടോ. ഐഷു, ഐഷു, നീ വരുന്നില്ല പെണ്ണേ? ഇല്ല ഉപ്പച്ചി, ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് ഇവരൊക്കെ കളിക്കാനുണ്ടല്ലോ. അല്ല, നാളെ വന്നാൽ പോരെ ഉപ്പച്ചിൻ്റെ കുട്ടിക്ക്? അല്ല ഉപ്പച്ചി, പ്ലീസ് ഉപ്പച്ചി, ഇന്ന് ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉസ്താദേ, അവൾ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് സെമിത്ത ഉണ്ടല്ലോ, അതെ, ഉസ്താദും ഭാര്യയും കൂടിയല്ലോ, ഒറ്റക്കല്ലല്ലോ. അവളിന്ന് ഇവിടെ നിന്നോട്ടെ. കുഞ്ഞാവയ്ക്ക് വന്നതല്ലേ, അതെ, അവൾക്ക് കളിപ്പിക്കാനും നോക്കാനൊക്കെ അത്രക്കും. മോളെ, നാളെ വരാം. ഉപ്പച്ചിൻ്റെ കുട്ടി പോരി. ഉപ്പച്ചി എൻ്റെ അടുത്ത് എത്ര ദിവസമായി കിടന്നിട്ട് വരി. ഉപ്പച്ചിൻ്റെ കുട്ടി പോരി. ഉപ്പച്ചി പ്ലീസ്, ഉപ്പച്ചി, ഇന്ന് കുഞ്ഞാവ് വന്നിട്ടല്ലേ ഉള്ളൂ. കുഞ്ഞാവൻ്റെ ഒരു ദിവസം വന്നിട്ട് ഞാൻ വരാം. പെട്ടെന്ന് ഐഷുമ്മ, പൊന്നു മോനെ ഉസ്താദേ, ഏതായാലും ഓളെ വർത്താനത്തിന് നിങ്ങൾ ഒന്ന് സമ്മതം മൂളിക്കാളി. കുട്ടീൻ്റെ ഒരു പൂതിയല്ലേ. കാരണം കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലെ തന്നെയല്ലേ വേണ്ടിയത്. പഠിച്ചോനെ, എൻ്റെ ഐഷു എന്നിപ്പോൾ ഇത് ശീലമായിട്ടുണ്ട് കേട്ടോ. അതിനെന്താ ഉസ്താദ്, നിങ്ങൾ പോവുകയാണെങ്കിലും പോകണ്ടല്ലോ. ഒന്ന് റൂമൊക്കെ മേലെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെ കിടന്നോട് നിങ്ങൾക്ക്. ഒന്ന് അവിടെ കിടക്കുക. അല്ല, ഞങ്ങൾ നാളെ വരാം ഇൻഷാ അല്ലാ. ഏതായാലും അതാ ഉസ്താദും സമീറയും പുറപ്പെടുന്നു. ഉമ്മ, പോയിട്ട് വരാട്ടോ. നുസി, പോയിട്ട് വരാട്ടോ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അതെ, സമീറ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സത്യമന ആയിഷമ്മയുടെ നെഞ്ച് പൊട്ടിപ്പോയി. അതെ, അടുക്കളയിലെത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, റബ്ബേ, എന്തിനാ റബ്ബേ കുട്ടി ഇത്രയധികം? അതെ, ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഉപ്പേരി വെച്ചിട്ടുണ്ട്, സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചപ്പാത്തി ചുട്ട് കാസ്ട്രോൾ എല്ലാം വെച്ചിട്ടുണ്ട്. അതെ, നുസൈബക്കുള്ള എന്തോ ഒരു കാര്യങ്ങൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉമ്മ അത് കണ്ടപ്പോൾ, പഠിച്ചോനെ, ആ പൊന്നുമോൾ ഇതെല്ലാം എന്തിനാ ഉണ്ടാക്കിയത്? ഇവിടെ വന്നിട്ട് ഇത്ര കഷ്ടപ്പാടാണ് ആ പെണ്ണിന്, പാവം. എന്നാൽ ഷമ്മാസ് അത് കേട്ടുകൊണ്ട്, ഉമ്മ, ഇന്ന് രാത്രിയൊക്കെ എന്താ ഫുഡ് ഇനി വാങ്ങിക്കൊണ്ടുവന്നാൽ മതിയോ? പൊന്നു മോനെ, ഒന്ന് അടുക്കളേക്കൊന്നുണ്ട് ഇറങ്ങി നോക്ക്. ആ പെണ്ണ് എല്ലാ പണിയും കഴിച്ചാ പോണത്. ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണ്, ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കണ്, ഉപ്പേരി, സാലഡ്, അങ്ങനെ പൊരിച്ചത്, അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാ പൊയ്ക്കണ്. ഉമ്മ പാവല്ലേ, എന്തിനാ ഉമ്മ ഇത്ര? പൊന്നു മോനെ, ഞാൻ പറഞ്ഞതല്ലല്ലോ. അത് ഓല് വന്ന് ചെയ്യല്ലേ, നന്ദി കാണിക്കുക. നമ്മൾ ചെയ്തതിന് നന്ദി കാണിക്കുക. ഇനി പറയണം, നന്ദി കാണിക്കണ്ട, അത് പടച്ച റബ്ബിനോട് കാണിച്ചാൽ മതി എന്ന് പറയണം. ഉമ്മ, ചില ആളുകൾ അങ്ങനെയാണ്. അവർക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവർ ജീവിതത്തിലുടനീളം അത് ഓർത്തുകൊണ്ടിരിക്കും. എന്നാൽ ചില ആളുകളാണെങ്കിൽ പെട്ടെന്നങ്ങ് മറന്നു പോകും. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല ലുമ്മ. എന്താ ചെയ്യുക? പൊന്നു മോനെ, പറയണ്ടടാ. നമ്മൾ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ എന്താവും? നമുക്കതിൻ്റെ അവർ ചെയ്ത കുറ്റത്തിൻ്റെതൊക്കെ നമുക്ക് കിട്ടും. എല്ലാം പടച്ച റബ്ബിൽ തവക്കലാക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളെയും കുറ്റം പറയണ്ട. നമ്മളൊരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. പൊന്നു മോനെ, എനിക്കൊന്നുമല്ല, എൻ്റെ മനസ്സത്തെ വേദന. നമ്മളെ കുട്ടി ഉണ്ടല്ലോ അവിടെ. ഉമ്മ, അവർക്ക് അങ്ങനത്തെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്താ ഉമ്മ ചെയ്യുക? നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പൊന്നു മോനെ, ഒന്നും അല്ലടാ, ഒന്നിനും. ഉമ്മാൻ്റെ കുട്ടി ഇന്നലത്തെ പത്രത്തെ വായിച്ചില്ലേ? എന്തുമ്മ? അതെ, ഗർഭിണിയായ പെണ്ണിനെ പൊള്ളിച്ച കഥ. ഉമ്മ, ഞാൻ വായിച്ചു. അതവളുടെ ഭർത്താവല്ലേ? അതെ മോനെ. വല്ലാത്തൊരു ഇടങ്ങാറ്. ഗർഭിണിയാണ് നമ്മൾ ഒരിക്കലും ഇടങ്ങാറാക്കാൻ പാടില്ല കേട്ടോ. ഗർഭിണികളൊക്കെ ഇടങ്ങാറാക്കിയാൽ അവരെത്രമാത്രം വേദനയും വിഷമങ്ങളും സഹിച്ചിട്ടായിരിക്കും ആ ഒരു അവസ്ഥയിൽ അവർ കഴിയുന്നത്. റഹ്മാനെ, പടച്ച റബ്ബേ, ഞാൻ ആ വീഡിയോയും കാണുന്നുണ്ട്, പത്രത്തിലും ഉണ്ട്. കണ്ടിട്ട് മോനെ, ഞാൻ ഇടങ്ങാറായിപ്പോയി.
ആ പെണ്ണ് കിടന്ന് പെടയാണ്. അപ്പം എന്താണല്ലോ, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഇഷ്ടമില്ലാതെ ഒറ്റയ്ക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണത്രേ. പിന്നെ എന്താ പിന്നത്തെ സ്ഥിതി എന്താ? എല്ലാവരെയും പോലെ തന്നെ ഉള്ള നൂലും പണ്ടും പൊന്നും ഒക്കെ എടുത്ത് കണ്ടാണ്ട് വിറ്റ് ഓലാണ് സുഖിച്ച് ജീവിക്കും. അത് കയ്യിനോട് കൂടി തുടങ്ങും പൊന്നാര മക്കളെ ഉപദ്രവം. അങ്ങനെ ഒന്നും രണ്ടും കേസല്ല, ഇതിപ്പോൾ ദാ കഴിഞ്ഞതാണ്. ആ പെണ്ണ് കിടന്ന് പെടയണ രംഗം ഉമ്മ എങ്ങനെ അത് ഞാൻ ആ ഇസ്തിരിപ്പെട്ടി കൊണ്ടില്ലേ, അതേ മോനെ, ഇസ്തിരിപ്പെട്ടി ചൂടാക്കി 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 പഴുപ്പിച്ചിട്ട് ഈ പെണ്ണിനെ എണീറ്റ് ഓടാൻ വരെ വയ്യ. 8 മാസം ഗർഭിണിയാണ്. ഈ 8 മാസം ഗർഭിണിയായ പെണ്ണിൻ്റെ മേത്ത് തലങ്ങും വിലങ്ങും മുഖത്തും കഴുത്തിലും പിടിച്ച് വെച്ചേക്കുക. ഇതാണെങ്കിൽ ചുട്ട് പൊള്ളണ ആ ഒരു സ്കിന്നൊക്കെ ഇങ്ങോട്ട് ചീ എന്ന് പറയുന്ന രീതിയിൽ റബ്ബേ, പിന്നെയും കറണ്ടിന് ഇസ്തിരിപ്പെട്ടി കുത്തിയിട്ട് അതും ഒരു റൂമിൽ പൂട്ടിയിട്ടൊക്കെയാണല്ലേ, പൂട്ടിയിട്ടിട്ട് പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടീനെ പുറത്തിറങ്ങാതെ ഇതാക്കിയിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് മേത്ത് വെക്കുക. അതിൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമന്നെ ഉമ്മ. ഞാൻ കണ്ടു ഉമ്മ, വല്ലാത്ത പരിതാപല്ലേ. എന്നിട്ട് ആ കുട്ടി കിടന്ന് പെടയാണ്. കാരണം ഉമ്മാനും ബാപ്പാനും ഒക്കെ ഒഴിവാക്കി ഇട്ടെറിഞ്ഞ് പോന്നു പുതിയാപ്പിളിൻ്റെ ഒപ്പം നല്ല ചെക്കൻ്റെ ഒപ്പം. അങ്ങനെ പോന്നതിൻ്റെ ശേഷം പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇവർ പീഡിപ്പിക്കുകയാണ്, ഓരോന്ന് കാട്ടിക്കൂട്ടി. അതും മദ്യലഹരിയിലുമാണല്ലോ. അപ്പോൾ പിന്നെ പറയും വേണ്ട, പെണ്ണിനെ വാതിൽ പൂട്ടിയിട്ട് ഇസ്തിരിപ്പെട്ടിയിട്ട് റബ്ബേ ആ ചൂടാക്കിയിട്ട് വെക്കുമ്പോഴത്തെ ഒരു അവസ്ഥ, റഹ്മാനെ പഠിച്ചോൻ. ആ പെണ്ണിനെ ആശുപത്രിയിലും എന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് എന്താട്ടി, അത്ര മുഖത്തും കൈകാലുകളിലും കാലിൻ്റെ തുടമ്മലും ശരീരഭാഗങ്ങളിലും സ്ഥലങ്ങളിലും ശരിക്കും എല്ലാ സ്ഥലത്തും പൊള്ളിച്ചതിന് ശേഷം പൂട്ടിട്ട് പോകാൻ പോയല്ലോ. 3 ദിവസമാണല്ലോ ആ പെണ്ണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞത്. വേദന സഹിച്ച് നീരും മുറിയും എല്ലാം കൂടി ഇങ്ങോട്ട് ആയി പൊള്ളി ഒലിച്ചിറങ്ങണ രീതിയിലാണ് അത്ര ആ പെണ്ണിനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആ പെണ്ണ് പെടയാണ്. കാരണം ഈ പൊള്ളലിൻ്റെ വേദന, ഒന്ന് പള്ളിയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞ്, എല്ലാം കൂടി ഇങ്ങോട്ട് ആയപ്പോഴേ എൻ്റെ റബ്ബേ പഠിച്ചോനെ, ഒരാൾക്കും ഈ ഒരു ഗതി വരുത്തല്ല അല്ലാ. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ കല്യാണം കഴിച്ചാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാകും. മറ്റേത് ഇങ്ങനെ ഓല് അറിയാതെ ഒളിച്ചോടി പോക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ റഹ്മാനെ അവർക്ക് കുരുത്തും പൊരുത്തും ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെ തന്നെ ആ കുട്ടീൻ്റെ സ്ഥിതി വളരെയധികം പരിതാപകരമായിക്കണം. എനിക്ക് കുറഞ്ഞൊരു പേടിയുണ്ട് മോനെ ഇപ്പോൾ സൗദൻ്റെ കാര്യത്തിൽ. കാരണം ഓലമ്മ കുറച്ചൊരു ദേഷ്യക്കാരത്തിന് ഒന്നിനും മടിക്കൂല. പഠിച്ചോനെ നീ കാക്കല്ല. ഉമ്മ, നമുക്ക് അങ്ങനെയാണെങ്കിൽ സൗദിയെ രക്ഷിക്കാം, എങ്ങനെങ്കിലും ഇങ്ങോട്ട്. പൊന്നു മോനെ പറഞ്ഞേക്കോ, ഒരിക്കലും ഇല്ല. അഥവാ പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ തന്നെ കേസ് കൊടുക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയണത് ഉമ്മ. എന്നിട്ടത് എന്താ മോനെ, അങ്ങനെ അതല്ലേ ന്യൂസിലും ചാനലിലൊക്കെ ഇത് വരുന്നത്. പടച്ച റബ്ബ് കാക്കട്ടെ, അങ്ങനത്തെ ബുദ്ധി ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാതിരിക്കട്ടെ. കാരണം പിന്നീട് ഓല് ഉപദ്രവിച്ചിട്ടും ഗർഭിണിയായ ഒരു പെണ്ണിനെ കമ്മട്ടം വാതിൽ പൂട്ടിയിട്ട് കെട്ടിയിട്ട് പൊള്ളിക്കാന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ട് ഒരു ഒച്ചയും കേൾക്കൂല. തൊള്ളിയിൽ എന്തൊക്കെ തിരുകിക്കണാവോ. ആ പച്ച ഇറച്ചിമ്മലാണ് ഇത് തീക്കട്ട കൊടുന്ന് വെക്കണത്. എൻ്റെ റബ്ബേ, പണ്ടൊക്കെ കേട്ടിക്കണം, ഇപ്പോൾ നേരിട്ട് എൻ്റെ റബ്ബേ എനിക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറ് മോനെ. അതിൻ്റെ ശേഷം സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ നവാസിൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ട് സൗദൻ എന്തെങ്കിലും കാട്ടും എന്നുള്ള പേടിയുണ്ട്. ഏതായാലും പടച്ച റബ്ബേ, നീ പെറ്റ് തള്ളണം, നല്ല ബുദ്ധി കൊടുക്ക്. സ്വന്തം ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടണതേ. എല്ലാം കേട്ടപ്പോൾ എല്ലാം അറിഞ്ഞപ്പോൾ അത് ഷമ്മാസിന് വല്ലാത്തൊരു വിഷമായി. ഉമ്മ, എന്തമ്മ നമ്മൾ ചെയ്യാം, നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം? എൻ്റെ പൊന്നാര മോനെ, എന്താടാ, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തപ്പോൾ ചെയ്യാൻ നമുക്ക്? നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പോയി വിളിച്ചും ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞും ചെയ്തു. ഒന്നിനും പറ്റൂല മോനെ. ഇപ്പോൾ അതാ കോടതി എന്തൊക്കെ പെണ്ണുങ്ങളെ ഭാഗത്താണടാ. ആണുങ്ങളെ ഭാഗം നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ, എത്ര പാവങ്ങളായാലും ഓല ഭാഗത്ത് ഓല എന്തൊക്കെ എഴുതി കൊടുക്കണം പറഞ്ഞാൽ അതാണ് സത്യം. എല്ലാം നമ്മൾ തോറ്റു പോവും മോനെ. അതെ, നമ്മളൊക്കെ ക്ഷമിച്ച് പടച്ച റബ്ബിലെല്ലാം അർപ്പിച്ച് ജീവിക്കും, അല്ല എന്ത് ചെയ്യാം. അല്ലെങ്കിലും മോനെ, നമ്മൾക്ക് നന്മ ചെയ്യുമ്പോഴൊക്കെ അതിനനുസരിച്ച് അതിൻ്റെ പിറകിൽ നിന്ന് കുത്തലും കൂടുതൽ കിട്ടുകയാണ്. എല്ലാം അള്ളാഹ് പടച്ച റബ്ബിൽ തവക്കലാക്കുക. സൗദിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉമ്മാക്ക് ഭയമുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഗർഭിണികളെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലുള്ള ഈ ഒരു
വാർത്തകളും എല്ലാം കേൾക്കുമ്പോൾ ഉമ്മാക്ക് ശരിക്കും അത് അവളുടെ ഉമ്മയാണ് ഓർമ്മ വരും. സൗദൻ്റെ ഉപ്പ വരെ അവരുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ കാരണം അത് ഉമ്മയുടെ നിരന്തരമായ പീഡനങ്ങളും ചീത്ത പറച്ചിലും എല്ലാം കൊണ്ട് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റബ്ബേ പഠിച്ചോനെ, ഇവൾ എന്ത് കരുതിയിട്ട് ഇറങ്ങിപ്പോയത്? അവൾക്ക് നല്ല മട്ടത്തിന് ഇവിടെ നിന്നൂടെയിരുന്നോ? ഹോ. എന്നാൽ അന്ന് നവാസ് വന്നപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ലേ, കാരണം ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ട് അത് ക്ലോസ് ചെയ്യാണ്. അത് അവളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് വേറെ ഞാൻ കണ്ടിന്യൂ എൻ്റെത് വേറെ കൊടുക്കുകയാണ്. അല്ലാതെ മോനെ, പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇപ്പം അതിനൊന്നും നിൽക്കല്ലേ. അതെന്താ ഉമ്മ? അല്ലേ, തൽക്കാലം ആ ഒരു ഷോപ്പിൻ്റെ റവന്യൂ ഒക്കെ അത് അങ്ങോട്ട് പോയിക്കോട്ടെ, അത് അവളുടെ അക്കൗണ്ടിൽ തന്നെ കയറിക്കോട്ടെ. എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? മതി, അത്യാവശ്യത്തിന് ചിലവിനുള്ളിൽ അവർക്ക് കൊടുത്തോളാം. ബാക്കി അത്രയധികം വലിയ സംഖ്യയൊന്നും അവർക്ക് കിട്ടണ്ട. കാരണം നന്ദിയില്ലാത്ത വർഗ്ഗമാണ്. അതെ, നമ്മൾ എത്രയൊക്കെ തന്നെ ചെയ്തു കൊടുത്തിട്ടും ഒരു നന്ദിയില്ലാത്ത നന്ദികേട്. അത് തന്നെ. എന്തിനാ ഉമ്മ അവർക്കൊക്കെ? മോനെ, അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഭയം. കാരണം സൗദി അവളുടെ ഉമ്മ ഉപദ്രവിക്കുമോ എന്ന് കരുതിയിട്ട്. പൊന്നു മോനെ, അതങ്ങനെ പോയിക്കോട്ടെ, നമുക്കില്ലെങ്കിലും വേണ്ടിയില്ല, അവർ സുഖമായി ജീവിച്ചോട്ടെ. ഉമ്മ, എനിക്കൊരിക്കലും അവരെ സുഖമായി ജീവിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം എൻ്റെ ഉമ്മയെ അത്രക്കും സങ്കടപ്പെടുത്തിയതാണ് അവർ. പോരാത്തത് ഞാൻ പറഞ്ഞതുപോലും അവൾ കേട്ടതുമില്ല. ഞാനതെല്ലാം ക്ലോസ് ചെയ്യണമ്മ. മതി അവരെ നോക്കിയത്, അത് കണക്കിലേറെ നോക്കിയിട്ടുണ്ടായിരുന്നു. പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി, അതൊന്നും ഇനി ചെയ്യണ്ട. ഉമ്മ പറയുന്നു, മോനെ നമുക്കെല്ലാം ക്ഷമിക്കുക. പടച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നു. അവരെങ്ങനെ കാട്ടിനുള്ള ശിക്ഷ പഠിച്ചും കൊടുത്തോളൂ, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഉമ്മ, അപ്പോൾ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനും ഞാൻ കൂട്ടു നിൽക്കണം എന്നാണോ? അല്ല മോനെ, മോനെ അതൊന്നും ചെയ്യണ്ട. ഉമ്മാൻ്റെ കുട്ടി ഇനി ഫസീലാക്കുള്ളത് എന്താച്ചാൽ നോക്കിക്കോ, അതവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഗർഭിണിയൊക്കെ അല്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും പ്രസവവും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കണ്ടേ. ഇനി ഇപ്പം പിടിച്ച് ഉമ്മാൻ്റെ കുട്ടി അത് ക്ലോസ് ചെയ്യണ്ട. കാരണം ഒന്നുമില്ലെങ്കിൽ ഉമ്മാൻ്റെ കുട്ടിൻ്റെ ഗർഭമല്ലേ അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒന്നും ഉമ്മാൻ്റെ മോൻ ചെയ്യണ്ട ഇപ്പോട്ടോ. ഉമ്മാൻ്റെ വാക്കുകൾ കേട്ട് നവാസ് ഒന്നടങ്ങി. പക്ഷേ അവന് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. അതെ, തൻ്റെ ഉമ്മയെ അവിടെ ചെന്ന് നല്ല രീതിയിൽ കാണാൻ പോയിട്ട് പോലും ആ രീതിയിൽ ഉമ്മയെ അപമാനിച്ച് വിട്ടതിൽ നവാസിൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട്. അത് ചില്ലറയൊന്നുമല്ല. എന്നാൽ ഈ സമയം സൗദക്കും വാശി തുടങ്ങി. ഹോ, പിന്നെ കെട്ടി ഗർഭിണിയാക്കി ഇങ്ങോട്ട് വിട്ടു എന്നല്ലാതെ എന്നോട് തീരെ മൈൻഡില്ല, ഒന്നുമില്ല. ഉമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്താപ്പം ഇങ്ങനെ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഉപ്പയില്ലാത്ത കുഞ്ഞിനെ ഒന്നും ചുമന്ന് നടക്കണമെന്ന് എനിക്ക് ഒരു കൊതിയില്ല. റബ്ബേ, ഇതിനേക്കാളും നല്ലത് ആ സത്താർ തന്നെയായിരുന്നു. സത്താർക്കയുടെ കൂടെ ജീവിതമാണെങ്കിൽ നല്ല ജീവിതമെങ്കിലും കിട്ടും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അതെ, എന്തൊക്കെ തന്നെ കാര്യം എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല, അയാളുടെ കൂടെ ജീവിതം തന്നെയായിരുന്നു ഇതിനേക്കാളും നല്ലത്. എന്നാലും ഈ മക്കളെ നോക്കേണ്ടിയിരുന്നില്ല. അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും എന്തായാലും വേണ്ടിയിരുന്നില്ലോ. പക്ഷേ ഇതിപ്പോൾ നവാസ്ഖാനെ കെട്ടിയപ്പോൾ അയാളെ മക്കളെയും നോക്കണം, അവിടുത്തെ കാര്യങ്ങളും എല്ലാം നോക്കണം. ഉമ്മ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ കുട്ടിയെ വേണമെന്നൊന്നുമില്ല. ഓ, ഉണ്ടെങ്കിലിപ്പോൾ അല്ലിപ്പോൾ ആരാ തந்த ചിലവിന് തരുമോ അറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്യാഷ് അതെങ്ങാനും ഇല്ലാതാക്കോ അതും പറയാൻ പറ്റൊന്നുമില്ല. ഞാനിപ്പോൾ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഇടങ്ങാറാ ഇതിനെ ചുമന്നുകൊണ്ട് നടക്കണേ? തന്തയില്ലാത്ത കുഞ്ഞിനെ എനിക്ക് വേണ്ട. പെട്ടെന്ന് സൗദയുടെ ഉമ്മ, എടീ സൗദാ. ആ എന്താ? വന്നീരല്ലേ ഓനെ, ആ എരണം കെട്ട നിൻ്റെ ഹസ്ബൻഡ് വന്നീരല്ലോ. ഓ, നവാസ്ക എന്ന് പറയുമ്പോൾ എനിക്ക് പാലും തേനും ഒഴുകിയായിരുന്നു. ഇപ്പം എവിടെയാണ് എൻ്റെ നവാസ്? എവിടെ? അതെ, ഈ ഒരു കുട്ടിനെ ഇജ് വയറ്റ് ചുമന്ന് നടക്കുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ഇനി പെറ്റിട്ടാണ് കൊടുത്താണ്ടി. പിന്നെ ഉള്ളു നവാസ്ക നിങ്ങളിപ്പോൾ എന്താ തിരിഞ്ഞു നോക്കണില്ല? അതെ, അതിൻ്റെ ഇടയിൽ പലതും ഞാൻ ഇവിടെ അറിഞ്ഞേക്കണ്. എന്തോ ഉമ്മ? അതെ, മറ്റോളുണ്ടല്ലോ ഫസീല, ഓളെ തിരിച്ചെടുക്കുകയാണല്ലോ 2-ാം തീയതി ഒറ്റ പറഞ്ഞിട്ട്. ആ, ഓല് വീണ്ടും ഒരുമിക്കാണ്. എന്തേനും ഓൻ്റെ ഇത് ഒന്നും മാണ്ടില്ലേനും.
ഓളാണെങ്കിൽ പലരോടും കൂടി പോയതോ ഒക്കെ ആയിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? തിരിച്ചെടുക്കുകയാണ്. ഓര് നല്ല ജീവിതം നയിക്കണടി. പിന്നെ അന്നെ വേണ്ടാത്തത് അതുകൊണ്ട് തന്നെയാണ് അന്നെ തീരെ വേണ്ട. ഓലൊന്നായി ലാസ്റ്റ് നമ്മൾ പുറത്തുമായി. ഉമ്മ, ഞാൻ അവിടെ നല്ല മട്ടത്തിൽ നിൽക്കായിരുന്നല്ലോ. ഉമ്മന്നല്ല എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. ആരടി എന്നെ പിടിച്ചു വലിച്ചു കൊണ്ട് ഇറങ്ങി പോന്നല്ലടി? സൂക്ഷിച്ച് സംസാരിച്ചോ, മൂന്നൊക്കെ തല്ല് കിട്ടും. ജോർത്തോ ഗർഭിണിയൊന്നും ഞാൻ നോക്കൂല. ഒരൊറ്റ ചവിട്ടേക്കാരം. അതെ, ആ ഉമ്മയുടെ പൈശാചിക സ്വഭാവം സൗദക്ക് അല്പം ഭയം തോന്നി. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? നിങ്ങളല്ല എന്നോട് വരാൻ പറഞ്ഞത്. ആടി ഞാൻ തന്നെ എന്ന് കരുതിയിട്ട് ഭർത്താവിനിട്ടിട്ട് അങ്ങനെ പോരല്ല. ഇപ്പം എന്തായി? മറ്റോള് കയറി നിരങ്ങാൻ തുടങ്ങിക്കണ്. ഇനിയിപ്പോൾ കണക്കായി. ഇനി എന്നെ മാണ്ടി വരൂല. ഉമ്മ, നിങ്ങളല്ല എൻ്റെ ജീവിതം നശിപ്പിച്ചത്. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഒന്നും നോക്കണ്ട, അവരെ കാര്യമൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ തന്നെ എൻ്റെ എടി എൻ്റെ സ്ഥാനം പോയരുത്, അതേ എനിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഉണ്ടല്ലോ സത്താറിനെ കൂടെ എന്നെ കെട്ടിച്ച് പറഞ്ഞ് നിർത്തലേക്കാരം കരുതിക്കേ. ഇമ്മ എന്താ നിങ്ങൾ പറയണത്? പൊയ്ക്കോ, അങ്ങോട്ട് ഓലെ വീട്ടിലേക്ക് വേണമെങ്കിൽ പൊയ്ക്കോ, പക്ഷെ പിന്നെ ഇങ്ങോട്ട് കിടക്കരുതിട്ടാ. അതെനിക്ക് പറയാനുള്ളൂ. പഠിച്ചോനെ, ചെകുത്താൻ്റെ കടലിൻ്റെ ഇടയിൽ പെട്ട് പോലെ ആയാലും എൻ്റെ അവസ്ഥ. ആടി, ചെകുത്താൻ്റെ കടലിൻ്റെ ഇടയിൽ തന്നെ. നല്ലോണം ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ ഇജ് എൻ്റെ കളിയൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഇന്ന് മുതൽ ഇൻ്റെ ഇത് കൊണ്ട് വിട്ടോണ്ട, ഒക്കെ കൊണ്ട് കൊണ്ടാ. ഞാനത് കാട്ടിക്കോളാം എന്താ വേണ്ടിയെന്നുള്ളത്. ഉമ്മ, അത് ഇനിയിപ്പോൾ പ്രസവവും കാര്യം ഓൻ്റെ കുട്ടിയാണ് പെറ്റെടുക്കിച്ചത് നല്ല മട്ടത്തിൽ. ഉള്ള വേദന എന്തൊക്കെ സഹിച്ചു ആണ്ട് കളിയാണ് മാണ്ടിയത്. പുത്തൻ വീട് തറവാട്ടിൽ ഇനിയൊരു കുട്ടി ഉണ്ടാകാൻ പാടില്ല അവിടെ. ഇനിയിപ്പോൾ ആ കുട്ടിയും കൂടിയാണ് വേണ്ടിയത്. എന്നിട്ടിപ്പോൾ നമ്മളിവിടെ പുറത്തും എൻ്റെ ഓരോ കുട്ടീനെകൾക്ക് വേണ്ടി വരും. അപ്പം ഇനി മണ്ടി തള്ള എവിടെ എൻ്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂല ഒരിക്കൽ പോലും. കരുതിക്കോളി, അതിൻ്റെ മോൾ പ്രസവിക്കുന്ന കുട്ടിയായിരിക്കും. കാണാൻ പോലും സമ്മതിക്കൂല. അങ്ങോട്ട് വരട്ടെ, അഥവാ വന്നാൽ തന്നെ കേസും കൊടുക്കും. ഉമ്മ വാശിയിലായിരുന്നു. അതെ, കുട്ടിയെ ഒരിക്കലും പുത്തൻ വീട് തറവാട്ടിലേക്കാർക്ക് കൊടുക്കൂല എന്നുള്ളത്. എടി, പെറ്റീൻ്റെ ശേഷം സത്താറിനെ കൊണ്ട് അന്നെ കെട്ടിച്ച് ഞാനത് തരും, അല്ലാതെ ഇനി അങ്ങോട്ട് ഞാൻ വിടൂല. നോക്കിക്കോ, വാശിക്ക് വേണ്ടിയിട്ട് തന്നെ ആ കുട്ടിനെ ഒലിക്ക് ഞാൻ കാട്ടിക്കൊടുക്കൂല. നോക്കാലോ. ഉമ്മയുടെ ദേഷ്യവും വാശിയും നിറഞ്ഞ ആ ഒരു സംസാരം സൗദക്കും ആകപ്പാടെ പ്രയാസം ഉള്ളതാക്കി. പക്ഷേ ചില സമയത്ത് നോക്കുമ്പോൾ നവാസ്കയോട് ദേഷ്യമാണ് വരുന്നത്. അയാൾ കാട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് തിരിഞ്ഞു നോക്കണില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ നവാസ് അല്പം വാശിയിൽ തന്നെയായിരുന്നു. കാരണം അത്രയധികം അവളോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൾ എൻ്റെ ഒരു വാക്ക് വില വെച്ചില്ല. ഇനി പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന സ്വഭാവം നിർത്തി. അതെ, ഫസീലയുടെ പിന്നാലെ ഞാൻ ഒരുപാട് അതെ, ഫസീല പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് അന്ന് അഹങ്കാരത്തോടുള്ള ഇറങ്ങിപ്പോയി. ഇപ്പം എന്തായി? ലാസ്റ്റ് അവൾ തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥയായി. അതുതന്നെയായിരിക്കും, ഞാൻ ഇനി ഒരു പെണ്ണിൻ്റെയും പിന്നാലെ പോകില്ല. അവരെന്നാണ് തിരിച്ചു വരുന്നത് അന്ന് നവാസ് സ്വീകരിക്കും. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും നവാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ആവശ്യത്തിനും അതിലേറെയുള്ള പണം അതാ ഷോപ്പിൽ നിന്നുള്ള ആ ഒരു ലാഭവിഹിതം അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചെലവിന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവരുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോട്ടെ. അങ്ങനെയായിരുന്നു നവാസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഐഷുമ്മക്ക് അല്പം ഒരു ഭയമുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. റബ്ബേ, എന്തായിത്തീരും എന്നുള്ളത്. ഉമ്മ, നിങ്ങൾ ടെൻഷനാകണ്ട. അവൾക്ക് കുറച്ചൊന്നല്ല ക്യാഷ് കിട്ടുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഷോപ്പിൻ്റെ ഫുൾ റവന്യൂ അവൾക്കാണ്, അവളുടെ അക്കൗണ്ടിലേക്കാണ് കയറുന്നത്. പിന്നെന്താ ഉമ്മ, ബിസിനസ് അല്ലേ? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് ലാഭമുള്ള പരിപാടിയാണ്. അതിലിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയും വേണ്ട, നോക്കും വേണ്ട, അറിയും വേണ്ട. നവാസും അല്പം വാശിയിൽ തന്നെയായിരുന്നു. മോനെ, നമുക്ക് നമ്മളെ ഭാഗം താന്നു കൊടുക്കുക. എനിക്ക് പേടിയൊന്നുമല്ല. നമ്മളെ കുട്ടിന് എന്തെങ്കിലും ഒരു കാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉമ്മയും മോളും തിരക്കിവിടുന്നേ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മ, അങ്ങനെയാണെങ്കിൽ ആകട്ടെ. പഠിച്ച റബ്ബ് ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടക്കൂ. നമ്മൾ മാന്യമര്യാദയിൽ ഞാൻ അവളോട് ഇവിടുന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മയും എൻ്റെ അനിയനും പോയി അവരെ വിളിച്ചു, അവരോട് സംസാരിക്കാൻ വേണ്ടി പോയി. പക്ഷേ എന്താ ചെയ്തത്? ആട്ടിയിറക്കി ചീത്ത പറഞ്ഞു വിട്ടു. അല്ലേ ഉമ്മ? മോനെ, എന്താ ചെയ്യുക? സാരല്ല മോനെ. ഉമ്മ, അങ്ങനെ അങ്ങോട്ട് സാരല്ലെന്ന് വെക്കാൻ കഴിയൂല. മതി, നവാസിനെ പഴയ നവാസല്ല. നവാസിനുണ്ട് കുറച്ച് വീറും വാശിയും കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. അല്ലാതെ അവരുടെ പിന്നാലെ പോകുന്ന സ്വഭാവം അതങ്ങ് നിർത്തി നവാസ്.
നവാസ് അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഈ സമയം സൗദിയുടെ ഉമ്മ പറയുന്നത് വല്ലാത്തൊരു സാധനം തന്നെയാണ് ആ നവാസ്. എൻ്റെ പുതിയാപ്പിള ഒന്നിട്ട് കടന്നില്ലല്ലോനെ, ഒന്നിട്ട് ചവിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഈ പെണ്ണ് ചെലവ് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കണം അതറിഞ്ഞില്ലല്ലോ. ചെലവിനും തരാതെ അങ്ങനെ ഓരങ്ങനെ അവിടെ വിലസി നടക്കട്ടെ മറ്റുള്ള തിരിച്ചെടുത്തുകൊണ്ട്. ഉമ്മ, ചെലവിന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷൊക്കെ വരുന്നത്, അതുമ്മ ക്ലോസ് ആക്കിയിട്ടൊന്നുമില്ലല്ലോ. ഓ പിന്നെ അങ്ങനെ വേണ്ടത്, കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു തന്നെ ഇത് അക്കൗണ്ടിൽ കയറി അരിച്ചാണ് പൈസ ആവുമോ? അത് ഉമ്മ, അതും ഇതൊക്കെ പൈസ തന്നെയല്ലേ, അങ്ങനെയല്ലല്ലോ വേണ്ടിയത്, ഇവിടെ കൊടുന്ന് തരണം ഓൻ്റെ പെണ്ണുങ്ങളെയും വയറ്റിലുള്ള കുട്ടീനെ നോക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഷോപ്പിൻ്റെ ലാഭവിഹിതം അത് വേറെ വകുപ്പാണ്, നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്, ചിലവിനുള്ളത് വേറെ തരണം, അല്ലെങ്കിൽ ഞാൻ വൈകാതെ തന്നെ കേസ് കൊടുക്കും. ഉമ്മ, നിങ്ങൾ കേസ് എടുത്താൽ നമ്മളുള്ളത് മുടങ്ങുമായിരിക്കും കേട്ടോ. ഏ നിങ്ങളൊന്നും നിൽക്കണ്ട, ഞാൻ ഇനി പോണില്ല, ഇവിടെ നിന്നോളെ ഞാൻ, എന്നാലും വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. ഓ, ഓൾക്ക് പോനങ്ങോട്ട് കിർവയിച്ചണം. എന്താണ് ഓളുടെ ഒരു സ്നേഹം, മതി സ്നേഹിച്ചതൊക്കെ, അത്ര മതി. മനസ്സിലായല്ലോ അനക്ക് ഓൻ്റെ സ്വഭാവം, എന്നോട് ഒരു തരി സ്നേഹമുണ്ട് ഒരു നിങ്ങോട്ട് വരൂലേ. ഉമ്മ, നമ്മളായിട്ട് മിണ്ടിപ്പോവരുത്, എപ്പോഴും എനിക്ക് ഇതേ പറയാനുള്ളൂ. പിന്നുണ്ടല്ലോ എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കണ്ട. അതെ, സൗദി ഉമ്മ ദേഷ്യത്തിലാണ്. അവർക്ക് ദേഷ്യം കത്തിജ്വലിക്കുകയാണ്. സൗദിയുടെ നേരെ ഉമ്മ അടുക്കുന്നു. അതെ പെണ്ണേ, ഓൻ്റെ കുട്ടിനെ ഇല്ലാതാക്കാനേ എനിക്ക് ഒരു പണിയില്ല, കരുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവർ നടന്നകുന്നു. സൗദ ഒരു നിമിഷം ഭയന്നു. പഠിച്ചോനെ, അല്ലാ, എന്തായിരിക്കും ഉമ്മ തീരുമാനിക്കുന്നത്? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.